Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 7th സയൻസിലെ ചാപ്റ്റർ 6 ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫിസിക്കൽ ചേഞ്ചസിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് കെമിക്കൽ ചേഞ്ചസിനെ പറ്റി പഠിക്കാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, കെമിക്കൽ ചേഞ്ച്. A change with which you are quite familiar is the rusting of iron. If you leave a piece of iron in the open for some time, it acquires a film of brownish substance. സോ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് തുരുമ്പ് പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അയണിൻ്റെ പീസ് തുരുമ്പ് പിടിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു കെമിക്കൽ ചേഞ്ച്. നിങ്ങളൊരു പീസ് ഓഫ് അയൺ കുറേ നേരം ഇങ്ങനെ അല്ലെങ്കിൽ കുറേ കാലം ഓപ്പൺ സ്പേസിൽ ഇടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് തിങ്ങി നിൽക്കുന്നത് കാണാം. ദിസ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് റസ്റ്റ്. ഇതിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് റസ്റ്റിംഗ്. ആൻഡ് ഈ ഒരു പ്രക്രിയയെ നമ്മൾ റസ്റ്റിംഗ് എന്ന് പറയുന്നു. Iron gates of parks or farmlands, iron benches kept in the lawns and gardens, almost every article of iron kept in the open gets rusted. ഏതൊരു വസ്തു, അതായത് നമ്മൾ പാർക്കിനകത്തൊക്കെ ഉള്ള ഇങ്ങനത്തെ ഇരുമ്പ് ഗേറ്റുകൾ, അതുപോലെ തന്നെ അയണിൻ്റെ ബെഞ്ചസ്, അയണിൻ്റെ ഏതൊരു പാർട്ടിക്കിളാവട്ടെ അതൊക്കെ ഓപ്പൺ സ്പേസിലിട്ടാൽ അതെന്ത് പിടിക്കും? തുരുമ്പ് പിടിക്കും. അറ്റ് ഹോം യു മസ്റ്റ് ഹാവ് സീൻ shovels and spades getting rusted when exposed to the atmosphere for some time. ഇപ്പോൾ നിങ്ങൾ വീട്ടിലാവട്ടെ നിങ്ങളിങ്ങനെ ഈ കത്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോരി പോലത്തെ സാധനങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാൻ കാരണം അത് കുറേ കാലം ഇങ്ങനെ പുറത്ത് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം ലീവ് ചെയ്തിട്ടാണ്. In the kitchen, a wet iron pan often gets rusted if left in that state for some time. So നമ്മുടെ ഒരു വെറ്റായിട്ടുള്ളൊരു അയൺ പാന് കുറേ കാലം നനവോടെ ഇരിക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കും. റസ്റ്റ് ഈസ് നോട്ട് അയൺ, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അയൺ ഓൺ വിച്ച് ഇറ്റ് ഗെറ്റ് ഡെപ്പോസിറ്റഡ്. റസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുരുമ്പെന്ന് പറയുന്നത് ഇരുമ്പല്ല, പക്ഷേ അതെന്താണ്? സംതിങ് ഡിഫറെൻ്റ് ആണ്. Let us consider a few more changes where new substances are formed. പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന ബാക്കിയുള്ള വേറെ ചേഞ്ചസൊക്കെ നമുക്ക് നോക്കാം. ഇൻ ആക്ടിവിറ്റി 6.6 ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കോഷൻ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ലുക്ക് ഫോർ ലോങ് ടൈം അറ്റ് ദ ബേണിംഗ് മാഗ്നീഷ്യൻ റിബൺ. ദ ടീച്ചർ ഷുഡ് അഡ്വൈസ് ചിൽഡ്രൻ നോട്ട് ടു സ്റ്റെയർ അറ്റ് ബേണിംഗ് റിബൺ. അപ്പോൾ ഒരു മാഗ്നീഷ്യൻ റിബൺ നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ നേരം നിങ്ങൾ അതിന് നോക്കി നിൽക്കാൻ പാടില്ല. അപ്പോൾ ടീച്ചർ നിങ്ങളെ ഉപദേശിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലാബിനകത്ത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ മാഗ്നീഷ്യൻ റിബൺ കത്തിക്കുന്നത് നോക്കി സ്റ്റെയർ ചെയ്ത് നിൽക്കാൻ പാടില്ല. ഓക്കെ. Get a small piece of thin strip or ribbon of magnesium. Clean its tip with sandpaper. Bring the tip near a candle flame. It burns with a brilliant white light. When it is completely burned, it leaves behind a powdery ash. അപ്പോൾ നിങ്ങളൊരു പീസ് ഓഫ് മാഗ്നീഷ്യം എടുത്തു. അതെന്ത് ചെയ്യും? നിങ്ങൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ടിപ്പ് ഒരു ക്യാൻഡിലിൻ്റെ ഫ്ലെയിമിൽ കൊണ്ടുപോയി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബ്രില്യൻ വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യുന്ന കാണാം. അവസാനം അത് കത്തി തീരുമ്പോൾ ഒരു പൗഡറി ആഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡസ് ദ ആഷ് ലുക്ക് ലൈക്ക് ദ മാഗ്നീഷ്യൻ റിബൺ? ഈ ആഷ് എന്ത് ചെയ്യുക? മാഗ്നീഷ്യൻ റിബൺ പോലെ തോന്നിക്കും നിങ്ങൾക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫിസിക്കൽ ചേഞ്ചസിനൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും കെമിക്കൽ ചേഞ്ചസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ ഈ ഒരു ചേഞ്ച്, അതായത് മാഗ്നീഷ്യൻ റിബണെ കത്തിക്കുന്ന ഒരു ചേഞ്ചിനെ നമ്മൾ ഇങ്ങനെയാണ് ഇക്വേഷനിൽ എഴുതുക. അതായത് മഗ്നീഷ്യം, അതായത് നമ്മൾ ഈ യെല്ലോ ഹൈലൈറ്റിൽ കൊടുത്തിരിക്കുന്ന മഗ്നീഷ്യം Mg പ്ലസ് ഓക്സിജൻ, അതായത് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനാണ് കത്തിക്കുമ്പോൾ ഉണ്ടാവുക. അതായത് O2 എന്ത് കിട്ടും? നമുക്കൊരു പൗഡറി ആഷ് കിട്ടും. അതിൻ്റെ പേരാണ് മാഗ്നീഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ MgO. The equations here are different from those in mathematics. In equations of this kind, the arrow implies becomes no attempt should be made to balance chemical equation at this stage. സോ ഇത് മാത്സിലെ പോലത്തെ ഒരു ഇക്വേഷൻ അല്ല, ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ആരോ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റംപ്റ്റ് ഒരിക്കലും നമുക്ക്
ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സ്റ്റേജിൽ എന്നാണ് ഈ ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ അറ്റംപ്റ്റ് ഷുഡ് ബി മെയ്ഡ് ടു ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻസ് അറ്റ് ദിസ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മഗ്നീഷ്യം ഇൻ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് MgO. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസ് ആണ്. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, പക്ഷേ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം നോക്കി പോവുക. കളക്ട് ദി എർത്ത് എക്സ്പെരിമെൻ്റ് ആണ്. കളക്ട് ദി ആഷ് ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ. സ്റ്റിർ ദ മിക്സ്ചർ aqueous solution well. Test the mixture with red or blue litmus papers. Does the mixture turn red litmus blue? Does the mixture turns blue litmus red? സോ നിങ്ങളിപ്പോൾ ഈ കളക്ട് ചെയ്തപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ആഷ് അതെന്തായിരുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ആയിരുന്നു അല്ലേ? അതെന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊരു അക്വസ് സൊല്യൂഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഈ മിക്സ്ചർ നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ച ലിറ്റ്മസ് പേപ്പറിൻ്റെ കഥ എന്തായിരുന്നു? അതായത് ലിറ്റ്മസ് പേപ്പർ എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒരു വസ്തു അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് യൂസ് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? ഇപ്പോൾ നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അത് ബേസിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റുകയും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിനെ റെഡാക്കി മാറ്റുകയും ചെയ്യുന്നു. വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിനെ ഒന്നും ചെയ്യുന്നില്ല, റെഡ് തന്നെ ആക്കുകയാണ് ചെയ്യുക, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പർ ബേസിനെ ബ്ലൂ ആക്കുകയും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിനെ റെഡ് ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ അക്വസ് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് നോക്കുക, എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓൺ ഡിസോൾവിങ് ദ ആഷ്, അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക റിയാക്ഷൻ നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. On dissolving the ash in water, it forms a new substance. This change can be written in the form of the following equation. അപ്പോൾ ആഷിനെ വെള്ളത്തിലിട്ടാൽ ഒരു പുതിയൊരു സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യുക. ആ ഒരു ചേഞ്ചിനെ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. ഇങ്ങനെ magnesium oxide in reaction with water, that is H2O, forms magnesium hydroxide അല്ലെങ്കിൽ MgOH. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഷാണ്. അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്താണ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്? അപ്പോൾ ഒരു ബേസാണ്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറാക്കി മാറ്റിയിട്ടുണ്ടാകും. സോ magnesium oxide is a new substance formed on burning of magnesium, and magnesium hydroxide is another new substance formed by mixing magnesium oxide with water. So മാഗ്നീഷ്യത്തെ ബേൺ ചെയ്തപ്പോൾ കിട്ടിയ പുതിയ പ്രൊഡക്റ്റിൻ്റെ പേര് മാഗ്നീഷ്യം ഓക്സൈഡ് എന്നും, മാഗ്നീഷ്യം ഓക്സൈഡിനെ വെള്ളത്തിൽ ചേർത്താൽ അല്ലെങ്കിൽ വെള്ളം ഡിസോൾവ് ചെയ്താൽ അവിടെ കിട്ടുന്ന പുതിയ സബ്സ്റ്റൻസിനെ നമുക്ക് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നും വിളിക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 6.7 നോക്കിയാലോ. ടു ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും കേട്ടോ. ഡിസോൾവ് about a teaspoon of copper sulfate അല്ലെങ്കിൽ ബ്ലൂ വിട്രിയോൾ ഓർ നീലത്തോത in about half a cup of water in a glass tumbler or a beaker. അപ്പോൾ ഒരു ബീക്കറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പൂൺ കോപ്പർ സൾഫേറ്റ് 1/2 കപ്പ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ടു ദ സൊല്യൂഷൻ. അതിനുശേഷം നിങ്ങൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് അതിനകത്ത് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എടുത്തത്? കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് കുറച്ച് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലൂ കളർ കിട്ടി. Save a small sample of the solution in a test tube or a small glass tube. Drop a nail or used shaving blade into the remaining solution. Wait for half an hour and observe the color of the solution. Compare it with color of the sample solution saved separately. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലൂ സൊല്യൂഷൻ എന്തായിരുന്നു? അതിനകത്ത് കോപ്പർ സൾഫേറ്റിലെ സൊല്യൂഷനകത്തേക്ക് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ബ്ലൂ സൊല്യൂഷൻ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം?
കുറച്ചൊരു ടെസ്റ്റ് ട്യൂബിൽ മാറ്റി വയ്ക്കണം. അതിനെ നമുക്ക് കൺട്രോൾ എന്ന് വിളിക്കാം. അതെന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ള ബീക്കറിലേക്ക് ഒരു അയൺ നെയിലോ അല്ലെങ്കിൽ നമ്മുടെ ഷേവിങ് ബ്ലേഡോ നിങ്ങൾ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കളർ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ കളർ കാണുന്നുണ്ടോ? ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ടീച്ചർ ചെയ്ത് തരാവേ. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കളറും പഴയ ആ ഒരു സൊല്യൂഷൻ്റെ കളറും തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ കൺട്രോളാക്കി മാറ്റി വെച്ച ടെസ്റ്റ് ട്യൂബിനകത്തുള്ള കളറും തമ്മിൽ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? Of course there is a change, അല്ലേ? Take out the nail or the blade. Has it changed any way? The changes that you notice are due to a reaction between copper sulfate and iron. ഇപ്പോൾ ഈ വന്ന മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തേക്ക് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് എന്താണ്, അയൺ ആണ്. അപ്പോൾ അത് തമ്മിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ ആ ചേഞ്ച് ആയിട്ട് കാണുന്നത്. The change in the color of the solution from blue to green is due to the formation of iron sulfate, a new substance. So കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്? ഒരു ബ്ലൂ സൊല്യൂഷനായിട്ടാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പുതിയൊരു സബ്സ്റ്റൻസോടെ ഫോം ചെയ്തു. അതെന്താ നമുക്ക് നോക്കാം. എ ബ്രൗൺ ഡെപ്പോസിറ്റ് ഓൺ ദ അയൺ നെയിൽ ഈസ് കോപ്പർ, അനദർ ന്യൂ സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ പച്ച കളറായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു എന്താ കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള എന്തൊരു ബ്രൗൺ ഡെപ്പോസിറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പടത്തിനകത്ത് 6.4 കാണാം. ആ ബ്ലേഡ് എന്തായി മാറിയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. അത് പുതിയൊരു സബ്സ്റ്റൻസസ് ആണ്. സോ നമുക്ക് നോക്കാം. Copper sulfate solution, that is blue, in reaction with iron gives iron sulfate, which is green in color, and copper is deposited on the top of the blade or nail. Okay, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കോപ്പർ സൾഫേറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ, വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് അയൺ ഗീവ്സ് അയൺ സൾഫേറ്റ് സൊല്യൂഷൻ which is green in color, and a copper which is deposited on the top of the blade or the iron nail. Okay, so ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി 6.8 ആണ്. ഓക്കെ, ടേക്ക് എ ടീസ്പൂൺ ഓഫ് വിനീഗർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഇപ്പോൾ നിങ്ങൾ സുറുക്ക അല്ലെങ്കിൽ വിനാഗിരി ഇതാണ് എടുക്കേണ്ടത്. ഒരു ടീസ്പൂൺ മൊത്തം വേണം. അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഇടണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എക്സ്പെരിമെൻ്റ് ആണ്. അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ നമുക്കൊരു ഹിസ്സിങ് സൗണ്ടും അല്ലെങ്കിൽ ബബിൾസൊക്കെ വരുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടർ നാരങ്ങ വെള്ളം അല്ല കേട്ടോ, എന്താണ്, ചുണ്ണാമ്പ് വെള്ളം. അത് ചിലപ്പോൾ വീട്ടിലുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉണ്ടാക്കിയ ബബിൾസിനെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യാം. എന്നിട്ട് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിനീഗർ എടുക്കുക ഒരു ടീസ്പൂൺ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ബബിൾസ് വരും. ഈ ബബിൾസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ദ ചേഞ്ച് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഇസ് ആസ് ഫോളോസ്. വിനീഗർ എന്തായിരുന്നു അതിൻ്റെ രാസനാമം അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ നെയിം ഈസ് അസറ്റിക് ആസിഡ്, ആൻഡ് ഇൻ റിയാക്ഷൻ വിത്ത് ദി ബേക്കിംഗ് സോഡ ഗീവ്സ്, അതായത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡയുടെ രാസനാമം. അതെന്ത് കിട്ടും നമുക്ക്, കാർബൺ ഡൈ ഓക്സൈഡും വേറെ സബ്സ്റ്റൻസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആ ബബിൾസ് ഫോം ചെയ്തത്? യെസ്, ഇറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലൈം വാട്ടർ ഈസ് ആസ് ഫോളോസ്. Carbon dioxide and lime water gives കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ. പുതിയതായിട്ട് ഉണ്ടാക്കിയ സബ്സ്റ്റൻസിൻ്റെ പേരാണ് കാൽഷ്യം കാർബണേറ്റ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, നിങ്ങളുടെ മുട്ടത്തോടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഷെൽസിനകത്തും തോടുകളിൽ കാണുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോക്കില്ലേ, പൊടിച്ചോക്ക്, അതിനകത്തും ഉള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, when carbon dioxide is passed through lime water, calcium carbonate is formed, which makes lime water milky. അപ്പോൾ ഈ ഒരു കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ നേരത്തെ
പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫ്രഷ്ലി പ്രിപ്പയർ ആയിട്ടുള്ള ലൈം വാട്ടറിനെ മിൽക്കി കളർ അല്ലെങ്കിൽ പാലിൻ്റെ കളറാക്കി മാറ്റിയത്. ദ ടേണിംഗ് ഓഫ് ലൈം വാട്ടർ ഇൻ ടു മിൽക്കി ഈസ് എ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചോദിക്കും എന്തുകൊണ്ടാണ് കാൽഷ്യം അതായത് വാട്ട് ഹാപ്പൻസ് അല്ലെങ്കിൽ വൈ നമ്മുടെ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഓൺ പാസിംഗ് വിത്ത് ദി കാർബൺ ഡൈ ഓക്സൈഡ്. The lime water turns milky on passing with carbon dioxide because a new product, that is the calcium carbonate, is formed, which makes the lime water milky. Okay. സോ നമ്മളിനി ചാപ്റ്റർ 10-നകത്തൊക്കെ നമ്മൾ എയർ അറൗണ്ട് എസ് അതിൽ മൊത്തം നമ്മുടെ ചുറ്റുമുള്ള എയറിൽ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ 6.6-ലും 6.8-ലുമുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സബ്സ്റ്റൻസസ് ഫോം ചെയ്തതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റി 6.6-ൽ എ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഇസ് ദി മാഗ്നീഷ്യം വാസ് ബേൺ ഇൻ എയർ. 6.7-ൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി കോപ്പർ സൾഫേറ്റ് ആൻഡ് അയൺ സൾഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതൊക്കെ എന്താണ്, ദീസ് ആർ ന്യൂ സബ്സ്റ്റൻസസ്. കോപ്പർ വാസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി ഷേവിങ് പീസ് ഓഫ് ബ്ലേഡ് ഓഫ് അയൺ. അപ്പോൾ ഇനി വിനീഗർ ആൻഡ് ബേക്കിംഗ് സോഡ റിയാക്ഷനിലാവട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അതാണ് നമ്മുടെ ലൈം വാട്ടറിനെ മിൽക്കിയാക്കി മാറ്റുന്നത്. സോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഇൻ ദിസ് റിയാക്ഷന് നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? എ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഇസ് കോൾഡ് എ കെമിക്കൽ ചേഞ്ച്. എ കെമിക്കൽ ചേഞ്ച് ഈസ് ഓൾസോ എ കെമിക്കൽ റിയാക്ഷൻ. സോ ഒന്നോ രണ്ട് കൂടുതലോ ആയിട്ടുള്ള മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് എന്താണ്, ഒരിക്കലും റിവേഴ്സിബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്ന് കൂടെ പറയാം. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചസൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആവുമ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റാണ് കിട്ടുക, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ പഴുപ്പിക്കാൻ വയ്ക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഗ്രേപ്സ് ഫെർമെൻ്റ് ആവുന്നത്, തൈര് ഉണ്ടാവുന്നത് ഒക്കെ എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിസിൻസ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന അസുഖത്തിന് യൂസ് ചെയ്യുന്ന മെഡിസിൻസൊക്കെ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്ലാസ്റ്റിക്സ് ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് ആവട്ടെ, എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാവണം അല്ലേ, നല്ലൊരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നുകിൽ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഏതൊരു റേഡിയേഷൻ, UV ലൈറ്റ്, അൾട്രാ വയലറ്റ് ആവട്ടെ, ഇതൊക്കെ എന്താകും, ഇതൊക്കെ അബ്സോർബ്ഡ് ആകും, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കളർ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാകും. നമ്മൾ പറഞ്ഞ മഗ്നീഷ്യം ബേൺ ചെയ്യുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. അതിനകത്ത് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ എന്തായി, അതിൽ ഒരു ലൈറ്റാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റാണ് ഫോം ചെയ്തത്, ഒരു കളർ ചേഞ്ചാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ലീവ്സ് ബേൺ ചെയ്താലും കോള് ബേൺ ചെയ്താലും ഒക്കെ പുതിയ പുതിയ കെമിക്കൽ ചേഞ്ചാണ്. ബേണിംഗ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ്. എപ്പോഴും കത്തിക്കുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം കത്തിക്കുന്നത് അല്ലെങ്കിൽ ഫയർ വർക്കൊക്കെ കത്തുന്നതൊക്കെ എന്താണ്, വിറക് കത്തുന്നതൊക്കെ ഒരു എക്സ്പ്ലോഷനൊക്കെ എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഒരു ഹീറ്റോ ലൈറ്റോ സൗണ്ടോ അൺപ്ലസൻറ്റ് ഗ്യാസോ ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, വിറകൊന്ന് വെച്ച് കളിക്കരുത് നമ്മളോട് പറയാൻ പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, സ്മെല്ലിൻ്റെ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ ഒരു ഭക്ഷണം കേടാവുകയാണ്, അപ്പോൾ എന്താവും, അതിനൊരു ഫോൾ സ്മെല്ലിങ് അല്ലെങ്കിൽ ഒരു ചീഞ്ഞ സ്മെല്ലുണ്ടാകും. അപ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ബ്രിഞ്ചോളോ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് കുറേ നേരം വെക്കുമ്പോൾ എന്താണ്, ഒരു ബ്രൗണിഷ് കളർ ഫോം ചെയ്യും. അതെന്താണ്, അതും ഒരു കെമിക്കൽ ചേഞ്ചാണ്. സോ കെമിക്കൽ ചേഞ്ചിൽ ന്യൂ പ്രൊഡക്ട്സ് മാത്രമല്ല, ദർ മേ ബി സൗണ്ട് ഉണ്ടാകും, ഹീറ്റ് ഉണ്ടാകും, ലൈറ്റ് ഫോർമേഷൻ ഉണ്ടാകും, ചേഞ്ച് ഇൻ കളർ ഉണ്ടാവും, സംടൈംസ് ഗ്യാസസ് മേ ബി പ്രൊഡ്യൂസ്ഡ്. ഇതെല്ലാം വരുമ്പോഴാണ് നമുക്കൊരു റിയാക്ഷനെ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ,
ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഓസോൺ ലെയറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓസോൺ ലെയർ അല്ലെങ്കിൽ നമ്മുടെ ഓസോൺ പാളി എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിലാണ് നമ്മുടെ ഭൂമിയിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷനൊന്നും വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓസോണിൽ ഓട്ട അല്ലെങ്കിൽ ഓസോൺ പാളിയിൽ വിള്ളൽ വീണു എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. ഇപ്പോൾ O2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്സിജനാണ്. ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. അപ്പോൾ ഓസോണിൽ എന്ത് സംഭവിക്കുന്നു? റേഡിയേഷൻ വരികയാണെങ്കിൽ അതെന്തായി ഓക്സിജനായിട്ട് കൺവേർട്ട് ആവുകയും ഈ ഓക്സിജനും ഓസോൺ തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഓസോൺ O3യും ഓക്സിജൻ O2 ആണ്. ഇതാണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ were not absorbed by ozone, it would reach the earth's surface and cause harm to us and other forms of life. ഓസോൺ ആക്ട് ആസ് എ നാച്ചുറൽ ഷീൽഡ് അഗെയിൻസ്റ്റ് ദിസ് റേഡിയേഷൻ. സോ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിൽ പതിക്കാത്തതിന് കാരണം എന്താണ്? നമ്മുടെ ഓസോൺ പാളി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഓസോൺ ലെയർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ പോലുള്ള ബാക്കിയുള്ള ജീവജാലങ്ങൾക്കൊക്കെ അത് ഹാംഫുൾ അല്ലാതായി തീരുന്നത് ഇതുകൊണ്ടാണ്. സോ ഓസോൺ ഒരു നാച്ചുറൽ ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് റെസ്റ്റിംഗ് ഓഫ് അയൺ എന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ.